ആമോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മോവാബിന്റെ 3-4 അതിക്രമം നിമിത്തം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികളെ ചുട്ടു കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ മോവാബിൽ ഒരു തീ അയക്കും, അത് കെരിയോത്തിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മോവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കും. ഞാൻ ന്യായാധിപതിയെ അതിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് അതിന്റെ സകല പ്രഭുക്കന്മാരെയും അവനോടുകൂടെ കൊല്ലും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹൂദയുടെ 3-4 അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഇരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യിസ്രായേലിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ ഏത് ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ചു കിടന്നുറങ്ങുകയും പിഴ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു. ഞാനോ അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളയും. അവന്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെയായിരുന്നു. അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു. എങ്കിലും ഞാൻ മീതെ അവന്റെ ഫലവും താഴെ അവന്റെ വേരും നശിപ്പിച്ചു കളയും. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു അമോര്യന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ നടത്തി. ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വൃതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്നെയല്ലയോ യിസ്രായേൽ മക്കളെ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിങ്ങൾ വൃതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുതേ എന്ന് കൽപ്പിക്കുകയും ചെയ്തു. കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നതുപോലെ ഞാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും. അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും, ബലവാന്റെ ശക്തി നിലനിൽക്കയില്ല. വീരൻ തന്റെ ജീവനെ രക്ഷിക്കയില്ല, വില്ലാളി ഉറച്ചു നിൽക്കയില്ല, ശീഘ്രഗാമി തന്നെത്താൻ വിടുവിക്കയില്ല, കുതിര കയറി ഓടുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കുകയുമില്ല. വീരന്മാര് ധൈര്യമേറിയവൻ അന്നാളിൽ നഗ്നനായി ഓടിപ്പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്.